പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറുകയാണ്. അള്ളാഹുവിന്റെ ദീനപടന്ന് വലിച്ചെറിയുകയാണ്. ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവിടെന്ന് മതം മാറി ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. എല്ലാവർക്കും വലിയ വിഷമമായി. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. പടച്ചവനെ, കൊല്ലങ്ങള് കഴിഞ്ഞോ, വർഷങ്ങള് കഴിഞ്ഞോ. അന്ന് യുദ്ധത്തിന് വന്നിരുന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ പണ്ട് മതം മാറിയ കൂട്ടുകാരനെ ഓർമ്മ വന്നു. അവനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു, തന്റെ പഴയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അവിടുന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയിട്ട് മതിമറന്ന് ജീവിക്കുന്ന യുവത്വേ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് ഭീഷണിയാടാ, ഇതൊരു ഭീഷണിയാടാ.